ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിവിധ തരം വയർലെസ് റൗട്ടറുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഏതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. ദിസ് ഈസ് ആർ ജെ. വെൽക്കം ടു ടെക് ടോക്സ്. സാധാരണയായി വയർലെസ് റൗട്ടറുകളെ 5 ഗ്രൂപ്പുകളായി തിരിക്കാം. നിങ്ങൾക്ക് ISP നൽകുന്ന വൈഫൈ റൗട്ടറുണ്ട്. അത് സാധാരണയായി നമ്മൾ ഗേറ്റ് വേ എന്ന് വിളിക്കുന്നു. പിന്നെ ബേസിക് വയർലെസ് റൗട്ടറുകളുണ്ട്. ഇവ താരതമ്യേന വില കുറഞ്ഞതാണ്. തുടർന്ന് നമ്മുടെ നെറ്റ്വർക്കിൽ കൺട്രോൾ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പ്രൊഫഷണലുകളോ അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പേർട്ടുകളോ അവർക്ക് വേണ്ടി നമുക്ക് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഗ്രേഡ് റൗട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മിക്ക ആളുകളും അവരുടെ ഗേറ്റ് വേയിലോ ഇൻബിൽഡായ വൈഫൈ അല്ലെങ്കിൽ അവരുടെ ISP പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രൊവൈഡർ ആരാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. ചില ISPകൾ വളരെ നല്ല വൈഫൈ നൽകുന്ന യൂണിറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പക്കലുള്ള ഉപകരണങ്ങളുടെ എണ്ണം കൈകാര്യം ചെയ്യാൻ അതിന് കഴിയില്ല എന്നതാണ്. ഒരുപക്ഷെ ഇത് ഒരു മോശം സ്ഥലത്ത് വെച്ചുകൊണ്ടാവാം. അതിനാൽ സിഗ്നലുകൾക്ക് നിങ്ങളുടെ ഉപകരണങ്ങളിൽ എത്തുന്നതിൽ പ്രശ്നമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ലേഔട്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്ന് തന്നെയായാലും നിങ്ങളുടെ റൗട്ടർ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളിൽ ചിലത് പരിഹരിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതൊഴിച്ച് മറ്റ് 4 വ്യത്യസ്ത തരം റൗട്ടറുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് റൗട്ടറിൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ ആമസോണിൽ പോയി വയർലെസ് റൗട്ടർ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മിക്ക റൗട്ടറുകളും ബേസിക് റൗട്ടർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അവ സാധാരണയായി ഏകദേശം 1000 രൂപ മുതൽ 4000 രൂപ വരെ വിലയുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ ലേഔട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള വയർലെസ് ഉപകരണങ്ങളുടെ എണ്ണവും അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ എന്തെങ്കിലും ആവശ്യമായി വന്നേക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ISP നിങ്ങൾക്ക് നൽകിയ വൈഫൈ റൗട്ടർ അത്ര പഴയതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ 1500 രൂപയുടെ പുതിയ റൗട്ടറിൽ ആ പ്രശ്നങ്ങൾ പിന്നെയും തുടരാം. അതിനാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. അതിനർത്ഥം നിങ്ങൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണമെന്നല്ല, കുറച്ചുകൂടി ശക്തമായ റൗട്ടർ വാങ്ങുക എന്നതാണ് ഇതിനർത്ഥം. ഒരു ബേസിക് കാറ്റഗറിയിൽ നിന്ന് ഒരു റൗട്ടർ വാങ്ങാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഒരു വീട്ടിലേക്ക് മുഴുവൻ എളുപ്പത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു റൗട്ടർ ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ അടുത്ത കാറ്റഗറി, മെഷ് റൗട്ടറുകൾ. ഒരു ഹോൾ ഹോം വൈഫൈ എന്നറിയപ്പെടുന്ന മെഷ് റൗട്ടറുകൾ ഒരു മെയിൻ റൗട്ടറും 1-2 അധിക മെഷ് ആക്സസ് പോയിന്റുകളുമായാണ് വരുന്നത്. നിങ്ങളുടെ കവറേജ് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വീടിന് ചുറ്റും അവ വ്യാപിപ്പിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. ഈ സംവിധാനങ്ങൾ വളരെ ന്യായമായ വിലയുള്ളവ മാത്രമല്ല, അവ ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. നിങ്ങൾക്ക് കൂടുതൽ കവറേജ് ആവശ്യമുണ്ടെങ്കിൽ അധിക യൂണിറ്റുകൾ എളുപ്പത്തിൽ വാങ്ങാം. അതിനാൽ വലിയ വീടുകൾ ഉൾപ്പെടെ ഏത് സ്ഥലത്തും അവയ്ക്ക് അനുയോജ്യമാകാം. ഇപ്പോൾ നിങ്ങൾക്ക് മെഷ് റൗട്ടറുകൾക്ക് നിരവധി ഓപ്ഷനുകളുണ്ട്. ഇവ യൂണിറ്റിന് 1500 രൂപ മുതൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയതും മികച്ചതും വേണമെങ്കിൽ 40,000 രൂപ വരെയുള്ളതും ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ സിസ്റ്റങ്ങളിൽ നിങ്ങൾ കൂടുതൽ പൈസ ചെലവഴിക്കുന്നതനുസരിച്ച് കൂടുതൽ ഫീച്ചറുകളും മികച്ച കവറേജും കൂടുതൽ വയർലെസ് ഉപകരണങ്ങൾക്കുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കാം. എന്നാൽ നിങ്ങളുടെ പക്കലുള്ള ഉപകരണങ്ങളുടെ തരത്തെ ആശ്രയിച്ച് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കുറഞ്ഞ റിസൾട്ട് ലഭിച്ചേക്കാം. അതിനാൽ ഏറ്റവും ചിലവേറിയ ഓപ്ഷനിലേക്ക് പോകേണ്ടത് എല്ലായ്പ്പോഴും ആവശ്യമല്ല. മെഷ് വൈഫൈക്ക് ചില പോരായ്മകളുണ്ട്. ഒരൊറ്റ റൗട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അധിക യൂണിറ്റുകൾ ചേർക്കുന്നത് നിങ്ങളുടെ വൈഫൈ വേഗതയെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 3 ലെവലുകളുള്ള 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടെന്ന് അതിൽ നിങ്ങൾ ഒരു 3 പാക്ക് മെഷ് സിസ്റ്റം വാങ്ങുകയും ഓരോ നിലയിലും ഓരോ യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇത് ആദ്യം ഒരു മികച്ച ആശയമായി തോന്നിയേക്കാം. എന്നാൽ ഓർമ്മിക്കേണ്ട കാര്യം, നിങ്ങളുടെ യൂണിറ്റുകൾ ഒരുമിച്ച് വയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് ചേർക്കുന്ന ഓരോ അധിക മെഷ് ആക്സസ് പോയിന്റിലും അടിസ്ഥാനപരമായി നിങ്ങളുടെ വേഗത പകുതിയായി കുറയുകയാണ്. മെയിൻ റൗട്ടറിൽ നിന്നോ ഇന്റർനെറ്റിലേക്ക് നേരിട്ട് വയർ ചെയ്തിരിക്കുന്നതിൽ നിന്നോ മാത്രമാണ് എല്ലായ്പ്പോഴും ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഫോണുകൾ, ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഗെയിം കൺസോളുകൾ പോലുള്ള നിങ്ങളുടെ മിക്ക വയർലെസ് ഉപകരണങ്ങളും ഏറ്റവും വേഗതയേറിയ ഓപ്ഷനാണോ എന്നത് പരിഗണിക്കാതെ തന്നെ ഏറ്റവും ശക്തമായ സിഗ്നലുള്ള ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ വീടിന് ചുറ്റും സ്പീഡ് ടെസ്റ്റുകൾ നടത്തി ഏതൊക്കെ ഏരിയയിലാണ് പ്രശ്നമുള്ളതെന്ന് കാണാൻ കഴിയും. തുടർന്ന് നിങ്ങൾക്ക് മെഷ് ആക്സസ് പോയിന്റുകൾ ആ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാം. ഇതുവഴി നിങ്ങൾക്ക് ഏറ്റവും നല്ല വേഗതയാണ് ലഭിക്കുന്നതെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മെഷ് യൂണിറ്റുകൾ ഒന്നിലേക്ക് മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളതെന്നും ഇത് ഉറപ്പാക്കുന്നു. നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് പോകാം, അതായത് ഗെയിമിംഗ് റൗട്ടറുകൾ. ഇപ്പോൾ മിക്ക ഗെയിമേഴ്സിനും മെഷ് റൗട്ടറുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഹാർഡ് കോർ ഗെയിമേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സ് ഇവർ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഗ്രഹിച്ചേക്കാം. ഇവിടെയാണ് ഗെയിമിംഗ് റൗട്ടറുകൾ കടന്നു വരുന്നത്. ഇക്കാലത്ത് ഗെയിമിംഗ് റൗട്ടറുകൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ച മെഷ് സിസ്റ്റങ്ങളെ പോലെ തന്നെ അവയെ മെഷ് ചെയ്യാൻ അനുവദിക്കുന്നു. ഗെയിമിംഗ് റൗട്ടേഴ്സ് കുറച്ച് എക്സ്പെൻസീവാണ്,
പക്ഷേ അവ കസ്റ്റമൈസബിൾ ആണ്. ഗെയിമിങ്ങിൽ ചില ഉപകരണങ്ങളിലെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന QoS ഫീച്ചറുകളെല്ലാം ഗെയിമിംഗ് റൗട്ടറുകളിൽ ഉൾപ്പെടുന്നവയാണ്. നിങ്ങൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയ വയർലെസ് ബാൻഡുകൾ ഗെയിമിംഗ് റൗട്ടറുകളിൽ കണ്ടേക്കാം. ഇങ്ങനെയുള്ള ഗെയിമിംഗ് റൗട്ടറുകളിൽ Wi-Fi 7 അല്ലെങ്കിൽ Wi-Fi 6E വയർലെസ് സ്റ്റാൻഡേർഡുകളും കൂടുതൽ വൈറസ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികച്ച പ്രോസസ്സറുകളും നിങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് റൗട്ടർ മാനുഫാക്ചറുകളിൽ എപ്പോഴും ഹൈ എൻഡ് റൗട്ടറായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മിക്ക കമ്പനികളും ഇപ്പോൾ ഹൈ എൻഡ് മെഷ് സിസ്റ്റങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി അവസാന കാറ്റഗറി പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഗ്രേഡ് നെറ്റ്വർക്ക് ഉപകരണങ്ങളാണ്. ഇപ്പോൾ കൺസ്യൂമർ ഗ്രേഡ് ഉപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഫഷണൽ ഉപകരണങ്ങൾക്ക് സാധാരണയായി പ്രത്യേക ജോലികൾക്കായി പ്രത്യേക ഉപകരണങ്ങളുണ്ട്. അതിനാൽ കൺസ്യൂമർ ഗ്രേഡ് റൗട്ടറുകളിൽ സാധാരണയായി ഒരു റൗട്ടർ, നെറ്റ്വർക്ക് സ്വിച്ച്, വയർലെസ് ആക്സസ് പോയിന്റ് എന്നിവയെല്ലാം ഒരൊറ്റ ഉപകരണത്തിൽപ്പെടുന്നു. കസ്റ്റമൈസേഷൻ മാറ്റി നിർത്തിയാൽ കൊമേഴ്ഷ്യൽ ഗ്രേഡ് വൈഫൈ സാധാരണയായി വളരെ ശക്തമാണ്. കൂടാതെ ബിസിനസ്സുകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതിനാൽ കൂടുതൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതിന് കഴിയും. മിക്ക ആളുകൾക്കും റെക്കമെൻഡ് ചെയ്യാവുന്നത് ഒരൊറ്റ മെഷ് റൗട്ടർ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക എന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും കവറേജ് ആവശ്യമുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഡെഡ് സോണുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അധിക ആഡ് ഓൺ യൂണിറ്റ് വാങ്ങുകയും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് വയ്ക്കുകയും അത് പരിഹരിക്കുമോ എന്ന് നോക്കുകയും ചെയ്യാം. ഇനി നിങ്ങളുടെ വീടിന് മറുവശത്ത് ഒരു ഡെഡ് സോൺ കൂടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തേത് ചേർക്കാം. മെഷ് സിസ്റ്റങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ വളരെയധികം ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെഷ് റൗട്ടർ 1500 രൂപയ്ക്ക് വരെ ലഭിക്കും. എന്നാൽ പരിഗണിക്കേണ്ട കാര്യം സിസ്റ്റത്തിൻ്റെ വൈഫൈ സ്റ്റാൻഡേർഡാണ്. അത് സാധാരണയായി Wi-Fi 5, 6, 6E അല്ലെങ്കിൽ Wi-Fi 7 ആയിരിക്കും. ഓരോ സ്റ്റാൻഡേർഡും മറ്റൊന്നിനേക്കാൾ വേഗതയുള്ളതായിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Wi-Fi 6 അല്ലെങ്കിൽ 6E ആണ്. ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ നിങ്ങൾക്ക് ഇതിന് നല്ല ഡീൽ കാണാൻ കഴിയും. ഇനി നിങ്ങളൊരു ടെക്കിയോ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഗെയിമറോ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിമിംഗ് റൗട്ടറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് Wi-Fi 7 അല്ലെങ്കിൽ 6E വയർലെസ് സ്റ്റാൻഡേർഡുകൾ പ്രയോജനപ്പെടുത്താം. അവസാനത്തെ ഒരു കാര്യം, Wi-Fi 7 അല്ലെങ്കിൽ 6E എന്ന് പറഞ്ഞ പുതിയ സ്റ്റാൻഡേർഡുകൾ വളരെ വേഗതയേറിയതും ആകർഷണീയവുമാണെങ്കിലും മിക്ക വയർലെസ് ഉപകരണങ്ങൾക്കും ഈ വേഗത ശരിക്കും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് ശരി. ഇതിന് കാരണം ഈ സിസ്റ്റങ്ങളുടെ ഉയർന്ന വില തന്നെയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.